യുഎഇയിൽ വീണ്ടും മഴ ശക്തമാകുന്നു. തെക്കു പടിഞ്ഞാറൻ യുഎഇയിൽ നിന്ന് വടക്ക് കിഴക്കൻ ദിശയിലേക്ക് നീങ്ങുന്ന മഴമേഘങ്ങൾ ഉച്ചയോടെ ഗൾഫ് തീരങ്ങളിൽ എത്തുമെന്നും പ്രവചിച്ചതിലും തീവ്രമായേക്കുമെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മഴയുള്ള സാഹചര്യങ്ങളിൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കാനും ആഭ്യന്തര മന്ത്രാലയം അഭ്യർത്ഥിച്ചു. യുഎഇയിൽ വീണ്ടും മഴ ശക്തമാവുകയാണ്. അബുദാബിയിൽ മേഘാവൃതമായ അന്തരീക്ഷമാണ് നിലവിലുള്ളത്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വരുന്ന മുന്നറിയിപ്പ്. ദുബായിൽ നേരിയ മഴയ്ക്ക് ശേഷം മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ തുടരുകയാണ്. യുഎഇ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനമനുസരിച്ച് സംവഹന മേഘങ്ങളാൽ നേരിയതോ മിതമായതോ കനത്തതോ ആയ ഇടവിട്ടുള്ള മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനു പിന്നാലെ ജാഗ്രതയ്ക്ക് യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. തെക്കു പടിഞ്ഞാറൻ യുഎഇയിൽ നിന്ന് വടക്കുകിഴക്ക് ദിശയിലേക്ക് നീങ്ങുന്ന മഴമേഘങ്ങൾ ഗൾഫ് തീരങ്ങളിൽ എത്തുമെന്നും പ്രവചിച്ചതിലും തീവ്രമായേക്കുമെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഉപരിതല ഉയർന്ന അന്തരീക്ഷ ന്യൂനമർദ്ദങ്ങളാണ് ഈ അസ്ഥിര കാലാവസ്ഥയുടെ കാരണം. നേരത്തെ പല ദിവസങ്ങളിലും യുഎഇയിൽ മഴ പെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയും. മഴയുള്ള സാഹചര്യങ്ങളിൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കാനും ആഭ്യന്തര മന്ത്രാലയം അഭ്യർത്ഥിക്കുന്നുണ്ട്. ഡ്രൈവർമാർ അതീവ ശ്രദ്ധ പുലർത്തുകയും കാഴ്ച കുറയുമ്പോൾ ലോ ബീം ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുകയും വേണം. ഔദ്യോഗിക വിവരങ്ങൾ മാത്രം ആശ്രയിച്ച് അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാനും ചില കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കാനും എൻസിഎം വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട്. അബുദാബിയിലെ എമർജൻസീസ് ആൻഡ് ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെന്റർ മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളും വെള്ളപ്പൊക്കമുള്ള സ്ഥലങ്ങളും ഒഴിവാക്കാൻ പൊതുജനങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ ഒരു മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് വേഗപരിധിയിൽ വരുത്തിയ മാറ്റങ്ങൾ ഡ്രൈവർമാർ കൃത്യമായി പാലിക്കണമെന്നും അബുദാബി ദുബായ് പോലീസും ആവശ്യപ്പെടുന്നുമുണ്ട്. കൂടാതെ മറ്റു വാഹനങ്ങളിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കാനും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നതിന് പകരം സാവധാനം ബ്രേക്ക് ചെയ്യാനും നനഞ്ഞ റോഡുകളിൽ വാഹനം തെന്നിമാറുന്നത് ഒഴിവാക്കാനും വളവുകളിൽ വേഗത കുറയ്ക്കാനുമൊക്കെ ഡ്രൈവർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്തിടെ പെയ്ത മഴ വെള്ളപ്പൊക്കത്തിന് കാരണമായിട്ടുണ്ട്. ദുബായ്, ഷാർജ, റാസൽ ഖൈമ എന്നിവിടങ്ങളിലെ റോഡുകളിൽ വെള്ളം കയറിയതായ റിപ്പോർട്ടുകളുമുണ്ട്. ബാധിത പ്രദേശങ്ങളിൽ അധികൃതർ വെള്ളം ഒഴുക്കി വിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരുന്നു. വെള്ളക്കെട്ട് നിറഞ്ഞ റോഡുകളിലൂടെ ആളുകൾ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളും അന്ന് പുറത്തു വന്നിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.